അങ്ങാടിപ്പുറത്തെ ചെറുപുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നത് തടയാൻ പെരിന്തൽമണ്ണ നഗരസഭ നടപടി കൈക്കൊള്ളുന്നില്ലെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ വിമർശനം. നഗരസഭയുടെ നിസ്സംഗതയ്ക്കെതിരെ കർശനമായ നിർദ്ദേശം നൽകാൻ താലൂക്ക് സഭ തീരുമാനിച്ചു. ഇക്കാര്യം യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറ വ്യക്തമാക്കി. താലൂക്ക് സഭയിൽ പങ്കെടുക്കാത്ത ഉദ്യോഗസ്ഥർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. പെരിന്തൽമണ്ണ നഗരത്തിലൂടെ അങ്ങാടിപ്പുറത്തേക്ക് ഒഴുകുന്ന ചെറുപുഴ മലിനപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ജനുവരിയിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നിരുന്നു. ഇതിന്റെ ഭാഗമായി ചേലുള്ള ചെറുപുഴ എന്ന പേരിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തിയിരുന്നു. എന്നാൽ മാലിന്യത്തിന്റെ ഉറവിടം കണ്ടെത്തി തടയുന്നതിന് നഗരസഭയാണ് നടപടിയെടുക്കേണ്ടത്. പെരിന്തൽമണ്ണ നഗരത്തിലെ ഹോട്ടലുകളിൽ നിന്നും മറ്റും ചെറുപുഴയിലേക്ക് മലിനജലം ഒഴുക്കുന്നു എന്നാണ് പരാതി. നടപടിയെടുക്കുന്നതിൽ നഗരസഭ നിസ്സംഗത കാണിച്ചുവെന്ന് താലൂക്ക് സഭ വിലയിരുത്തി. ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്ക് കർശന നിർദ്ദേശം നൽകാൻ താലൂക്ക് വികസന സമിതി യോഗത്തിൽ തീരുമാനിച്ചു. യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ ഇക്കാര്യം വ്യക്തമാക്കി. കർശനമായിട്ടൊരു നടപടി സ്വീകരിക്കണം എന്ന് തന്നെ നമ്മളൊരു നിർദ്ദേശമായിട്ട് നഗരസഭക്ക് കൊടുക്കുകയാണ്. കാരണം അതിൽ ഒരു മെല്ലപ്പോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന് തീരുമാനമാവുന്നില്ല. ഈ മാലിന്യം ഇപ്പോഴും നിർബാധ അതിനുള്ളിലേക്ക്. അപ്പം ഈ താലൂക്ക് സഭയുടെ നിർദ്ദേശം അതിൽ കർശനമായ നടപടികൾ മാലിന്യം ചെറുപുഴയിലേക്ക് തള്ളുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവണം എന്നൊരു നിർദ്ദേശം താലൂക്ക് സഭയുടെ നിർദ്ദേശമായിട്ട് മുനിസിപ്പാലിറ്റിയിലേക്ക് കൈമാറേണ്ടതാണ്. ചെറുപുഴയിൽ അങ്ങാടിപ്പുറം ഭാഗങ്ങളിൽ നീക്കം ചെയ്യുന്ന മണ്ണ് ഏറ്റെടുക്കാൻ ആരും തയ്യാറാകുന്നില്ലെന്നും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായാൽ അങ്ങാടിപ്പുറം ഭാഗം ശുചീകരിച്ച് ചെറുപുഴയുടെ ഒഴുക്ക് സുഗമമാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ പറഞ്ഞു. തൊട്ടടുത്ത നീക്കം ചെയ്യാനുള്ള പ്രയാസമുണ്ട്. അതിനൊരു തീരുമാനമാണ്. കാരണം അത് കൊണ്ടുപോകാല്ല മണ്ണ് കയറത്തിൽ വെച്ചാൽ ആരും എടുത്തു പോകില്ല. മണ്ണ് ഈ JCB ആളുകൾക്ക് ഫ്രീ ആയിട്ട് മണ്ണ് കിട്ടുന്ന സമയമാണ്. അപ്പൊ അതൊരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി തീർക്കുകയാണെങ്കിൽ ഞങ്ങൾ ബാക്കി പ്രൊജക്ട് വെച്ച് അങ്ങാടിപ്പുറത്തെ ഭാഗത്തെ ഉള്ള ചെറുപുഴ ഒഴുകുവാനുള്ള നടപടികൾ ഞങ്ങൾ പൂർണ്ണമായും പദ്ധതി. താലൂക്ക് സഭയിൽ നിർബന്ധമായും പങ്കെടുക്കേണ്ട ചില വകുപ്പുതല ഉദ്യോഗസ്ഥർ യോഗത്തിന് എത്തിയില്ല. പങ്കെടുക്കാത്ത ഉദ്യോഗസ്ഥർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ യോഗത്തിൽ തീരുമാനിച്ചു. വരാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് താലൂക്ക് സഭാ കൺവീനറും തഹസിൽദാറുമായ കിഷോർ MK പറഞ്ഞു. അങ്ങാടിപ്പുറം, ഏലംകുളം, മേലാറ്റൂർ, വെട്ടത്തൂർ, പുലാമന്തോൾ, മക്കരപ്പറമ്പ് പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാർ, ആലിപ്പറമ്പ്, കുറുവ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു അത് തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.